സഹോദരന്മാരെ, ജഹന്നം ഒരു ചെറിയ സംഭവമല്ല. കുറെ ഹദീസുകൾ അതിനെപ്പറ്റി പറയാനുണ്ട്. ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് ഒരു ദിവസം ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. നിറം വിവർണമായിട്ടാ വന്നത്. നിറം മാറിയിട്ടുണ്ട്. നല്ല സൗന്ദര്യത്തിലാണ് ജിബ്രീൽ അലൈഹിസ്സലാം വരാറുള്ളത്. നല്ല ഭംഗിയിലാണ് ജിബ്രീൽ അലൈഹിസ്സലാം വരാറുള്ളത്. അന്ന് നിറം മാറിയിട്ടാ വന്നത്. ചോദിച്ചു, എന്തേ ഇങ്ങനെ വന്നത്? ഒന്നുമല്ല നബിയെ, ഞാൻ തങ്ങളുടെ അടുത്ത് വരുമ്പോ അള്ളാഹു നരകത്തിൽ ഒന്ന് ഊതി കത്തിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്. ഒന്നുകൂടി ഊതാൻ. നേരത്തെ ഊതി കത്തിച്ച തന്നെ വീണ്ടും ഒന്ന് ഊതാൻ പറഞ്ഞു. അപ്പൊ ആ ഊതാൻ പറഞ്ഞ പേടി കൊണ്ട് എന്റെ ശരീരത്തിന്റെ രൂപങ്ങളൊക്കെ മാറിപ്പോയത്, നിറം മാറിപ്പോയതാണ് പേടിന്റെ ഊക്കുകൊണ്ട്. അപ്പൊ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ സ്വിഫ്ലി ജഹന്നം, ആ ജഹന്നമിനെ പറ്റി ഒന്ന് എനിക്ക് വർണ്ണിച്ചു തരൂ. അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞത്, അള്ളാഹു ജഹന്നമിനെ പടച്ചപ്പോൾ 3000 പ്രാവശ്യം അതിനെ കത്തിച്ചു. എന്നിട്ടതിന്റെ കറുത്ത കളർ പറഞ്ഞ ശേഷം പറഞ്ഞു, വല്ലദീ ബഅസക ബിൽ ഹഖ് നബിയ്യാ, അങ്ങേ നബിയാക്കി അയച്ച റബ്ബിനെ തന്നെയാണ് സത്യം. ലൗ അന്ന ജംറതൻ മിൻഹാ വഖഅത്, ആ നരകത്തിൽ നിന്ന് ഒരു തീക്കനൽ ഒന്ന് ഭൂമിയിൽ പതിച്ചാൽ ലഹ്തറഖത് അഹ്ലദ് ദുനിയാ, ദുനിയാവിലെ മൊത്തം ആളുകൾ അത് കരിച്ചു കളയും. നരകത്തിന്റെ ഒരു തീക്കനൽ ഒന്ന് മതി. ഒന്ന് ദുനിയാവിലേക്ക് വന്നു വീണാൽ എത്രയാണ് അതിന്റെ ശക്തി? നരകത്തിന്റെ ഒരു തീക്കട്ട വന്ന് ദുനിയാവിലേക്ക് വീണാൽ ലഹ്തറഖത് അഹ്ലദ് ദുനിയാ, ഭൂനിവാസികളെ മൊത്തം അത് കരിച്ചു കളയും. വലൗ അന്ന സൗബം മിൻ അസ്വാബിഹാ, നരകത്തിൽ വസ്ത്രം ഉണ്ടോ? ഉണ്ട്. സറാബീലുഹും മിൻ ഖത്റാൻ, ടാറിനാലുള്ള വസ്ത്രം ഉണ്ട്. റോഡിലൊക്കെ നമ്മൾ കണ്ടില്ലേ ടാറിടുന്നത്? അത്രയും ടാറിനാൽ പെട്ടെന്ന് കത്തിപ്പിടിക്കുന്ന, കൂടുതൽ ശരീരത്തെ പഴുപ്പിക്കുന്ന, ചൂടുപിടിപ്പിക്കുന്ന കടികട്ടിയുള്ള വസ്ത്രമാണ്. ആ വസ്ത്രത്തിൽ നിന്ന് ഒരു വസ്ത്രമെങ്ങാനും അല്ലഖ ബൈന സമാഇ വൽ അർളി, ആകാശഭൂമികൾക്കിടയിൽ ഒന്ന് കെട്ടിത്തൂക്കിയാൽ ലമാതു മിന്നത്തിനി റായിഹതിഹി, അതിന്റെ ദുർഗന്ധവാസന കൊണ്ട് ദുനിയാവിലുള്ള ആളുകൾ മൊത്തം മരിച്ചു പോകുന്നു. നരകത്തിന്റെ ഒരു ഗൗരവം നോക്ക് നിങ്ങൾ. നരകത്തിന്റെ ഒരു വസ്ത്രം, നരകക്കാര് ധരിക്കുന്ന, ആണ് ധരിക്കുന്ന, പെണ്ണ് ധരിക്കുന്ന ഒരു വസ്ത്രം ആകാശഭൂമികൾക്കിടയിൽ ഒന്ന് കെട്ടിത്തൂക്കിയാൽ അതിന്റെ ദുർഗന്ധം സഹിക്കാൻ കഴിയാതെ മരിച്ചു പോകും. എത്ര കടുപ്പമാണ് നരകം! ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വീണ്ടും പറഞ്ഞു, നബിയേ, ലഹാ സബഅത്തു അബ്വാബ്, 7 തട്ടുകളുണ്ട്. ബഅദുഹാ അസ്ഫലു മിൻ ബഅദിൻ, ചിലത് ചിലതിന് താഴെയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരൊക്കെയാണ് ആ തട്ടുകളിൽ താമസിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, അൽ ബാബുൽ അവൽ, തായ്ഭാഗത്ത് നിന്ന് മേലോട്ടാ എണ്ണുന്നത്. 7ാമത്തെ തട്ടിലുള്ളത്, പിന്നെ 6, പിന്നെ 5, പിന്നെ 4, അങ്ങനെ എണ്ണുകയാണ്. ഏറ്റവും അടിയിലെ തട്ടിൽ അൽ മുനാഫിഖൂൻ വസ്മുഹുൽ ഹാവിയ, അതിന്റെ പേരാണ് ഹാവിയ എന്നുള്ളത്. ഹാവിയ എന്നുള്ളത് 7ാം തട്ടിന്റെ പേരാണ്. അതിലാണ് മുനാഫിഖുകൾ ഉള്ളത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മുനാഫിഖുകൾക്ക് അള്ളാഹു തആല കൊടുത്തൊരു ശിക്ഷ നോക്ക് നിങ്ങൾ. വിശ്വാസരംഗത്തിലെ മഹാദൗർബല്യത്തിന്റെ പേരിൽ കടുത്ത ശിക്ഷയല്ലേ കൊടുത്തത്? മുശ്രിക്കുകളൊക്കെ എന്നെ മേലോട്ടാണ്. ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ ഏറ്റവും താഴെ തട്ടിൽ. നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പ് നോറ്റിട്ടുണ്ട്, വിശ്വാസമല്ല. തങ്ങളെ വിശ്വസിക്കാൻ കഴിയൂല, അള്ളാഹുവിനെ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കാൻ കഴിയൂല, മലക്കുകളെ വിശ്വസിക്കേണ്ട പോലെ വിശ്വസിക്കാൻ കഴിയൂല, റബ്ബിന്റെ ഖദർ ഖദായിൽ വിശ്വസിക്കാൻ കഴിയൂല. വിശ്വാസരംഗത്ത് ദൗർബല്യം ബാധിച്ചവർ. പഴയകാലത്ത് മുഅ്തസിലത്ത്, ഖവാരിജ്, ഇങ്ങനൊക്കെ പറഞ്ഞ കുറെ എണ്ണുണ്ട്. അവരുടെ സ്വഭാവം അങ്ങനല്ലേ? മുഅ്തസിലത്തിന്റെ വിശ്വാസം എന്താ? മുഅ്തസിലത്തിന്റെ വിശ്വാസപ്രകാരം ഒരു വൻകുറ്റം ചെയ്താ ഓന് ഇസ്ലാമെന്ന് പുറത്താ, ഈമാന്ന് പുറത്താണ്. ഓനെ പറ്റി മുഅ്മിൻ എന്ന് പറയാൻ പാടില്ല. ഖവാരിജുകൾ ഒരുപടി മുന്നോട്ടാണ്. ഖവാരിജ് പറഞ്ഞു, വൻകുറ്റം ചെയ്താൽ അവൻ കാഫിറാണ്. ഇങ്ങനെ ദുർഘടമായ വാദഗതികൾ വിശ്വസിച്ച് നടക്കുന്നവരാ.
അങ്ങനെ ഒന്നൊന്നല്ല, ഒരുപാടുണ്ട്. ഷിഈയത്ത് നോക്ക് നിങ്ങൾ, നമ്മുടെ നാട്ടിലൊക്കെ വന്ന് താമസാക്കി തുടങ്ങി. ഇനി അവരുടെ പ്രക്ഷോഭം നമ്മുടെ നാട്ടിൽ വരുന്നതാണെന്ന് അറിയില്ല. ഇവിടൊക്കെ പലയിടത്തും വന്ന് താമസാക്കി തുടങ്ങിയവര് ഭയങ്കര ഷറുള്ളവരാണ്. അവരെ പോലെ ഷറുള്ളവരാരുമില്ല. വിദേശത്ത് പോയാൽ ബാങ്കടക്കം ചേഞ്ച് വരുത്തിയ ആളുകളല്ലേ ഷിഈയത്ത്. നമ്മുടെ നാട്ടിലൊക്കെ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ പിന്നെന്താ കൊടുക്കുക? ഹയ്യ അലൽ സ്വലാത്ത് എന്നല്ലേ. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നാൽ നമ്മൾ പലയിടത്തും ബാങ്ക് കേൾക്കുക, പിന്നെ കൊടുക്കുന്ന അഷ്ഹദു അന്ന അലി വലിയുള്ളാഹ്. ഒരു സ്ഥലത്ത്, ചില സ്ഥലത്ത് അഷ്ഹദു അന്ന അലി റസൂലുള്ളാഹ്. എങ്ങനെയുണ്ട്? അതാണ് ഷിഈയത്ത്. ദുർഘടമായ വിശ്വാസം. 35 വിഭാഗമുണ്ടവര്. 35 വിശ്വാസങ്ങൾ കേൾക്കുന്ന സമയത്ത് നമ്മളൊക്കെ ചിരിച്ചു പോകും. ആ തരത്തിലുള്ള വിശ്വാസം, ദുർബലമായ വിശ്വാസം. മുനാഫിക്കുകൾക്ക് വേണ്ടി തയ്യാറാക്കിയ നരകമാണ് 7ാമത്തെ തട്ട്. അതിന്റെ പേരാണ് ഹാവിയ എന്നത്. 6ാമത്തെ തട്ട് ഫീഹിൽ മുശ്രികൂൻ. ബഹുദൈവാരാധകർ മുഴുവനും അതിലാണ്. വസ്മുഹുൽ ജഹീം. അതിന്റെ പേരാണ് ജഹീം. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് തായോട്ട് 5ാമത്തെ തട്ട് ഫീഹി സ്വാബിഊൻ. അതിലാണ് സ്വാബിഈങ്ങൾ ഉള്ളത്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം അവിടുത്തെ മതത്തിൽ നിന്ന് തെന്നിമാറിയ ആളുകൾ, അവിടുത്തെ നിയമങ്ങളെ ചേഞ്ച് വരുത്തിയ ആളുകൾ. ഈസാ നബി അലൈഹിസ്സലാമിന്റെ മതത്തിൽ നിന്നും അവർ മാറിയിട്ടുണ്ട്, വിധിവിലക്കുകളെ മാറ്റിയിട്ടുണ്ട് സ്വാബിഈങ്ങൾ. അവർക്കുള്ള നരകത്തിന്റെ പേരാണ് സഖർ എന്ന് പറയുന്നത്. തൊട്ടടുത്തുള്ള നരകത്തിലാണ് ഫീഹി ഇബ്ലീസു വഅത്ബഉഹു വൽ മജൂസ്. തീയാരാധകരും ഇബ്ലീസും ഇബ്ലീസിന്റെ അനുയായികളും. അതിന്റെ പേരാണ് ലല്ലാഹ്. അതിന്റെ നേരെ മുകളിലാണ് ഫീഹിൽ യഹൂദ്, ജൂതന്മാര് വന്നിരിക്കുന്നത്. അതിന്റെ പേരാണ് അൽ ഹുതമ എന്ന് പറയുന്ന തട്ട്. അതിന്റെയും മേലെ അന്നസാറ, ക്രൈസ്തവരാണ്. താഴെ മുതൽ 6ാമത്തെ 6 തട്ടുകൾ എണ്ണിപ്പോ ഇനി 1ാമത്തെ തട്ട് കൂട്ടുമ്പോൾ അതിലാരാന്നറിയോ? ഫീഹി ഉസാത്തുൽ മുവഹിദീൻ. അല്ലാഹുവിലും അല്ലാഹുവിന്റെ ഹബീബിലും വിശ്വസിച്ച ഏകദൈവ വിശ്വാസികളിലെ ദോഷികളില്ലേ, ദോഷം പൊറുപ്പിക്കപ്പെടാത്തവര് 1ാമത്തെ തട്ടിലാണ്. അതിന്റെ പേരാണ് ശരിക്ക് നാറ് എന്ന് പറയുന്നത്, ജഹന്നം എന്ന് പറയുന്നത്. ഈ ജഹന്നം പിന്നീട് ശിക്ഷ കഴിഞ്ഞിട്ട് കാലിയാകുമെന്ന് ഹബീബ് റസൂലുള്ളാഹി. കാലിയാകുന്ന നല്ല സുഖമുള്ള ഏർപ്പാടല്ലത്. കടന്നു നോക്കിയാലല്ലേ അതിന്റെ ശിക്ഷന്റെ ഗൗരവം കേൾക്കുമ്പോഴല്ലേ അത്ഭുതം. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ആ നരകത്തിന്റെ വർത്തമാനം ഇങ്ങനെ പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്. അപ്പോഴാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നരകത്തിന്റെ അവസ്ഥ കേട്ടിട്ട് തങ്ങളുടെ ശരീരത്തിന്റെ ഒരു മാറ്റം ഫാത്തിമ ബീവിയോട് പോയിട്ട് പറഞ്ഞപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, അല്ലാഹുവിന്റെ ഹബീബേ, കൈഫ യദ്ഖുലൂനഹാ, നരകത്തിലേക്ക് എങ്ങനെയാണ് ജനങ്ങൾ പ്രവേശിക്കുന്നത്? തങ്ങൾ പറഞ്ഞു, അമ്മർ റിജാലു ഫബില്ലുഹാ, പുരുഷന്മാരെ നരകത്തിലേക്ക് പിടിച്ചിടുന്നത് താടി പിടിച്ചിട്ട് ഒരൊറ്റ ഏറാകുന്നു. ഒന്നാമത്തെ തട്ടിലുള്ള കഥ പറഞ്ഞതാണ്. ഒന്നാമത്തെ തട്ടിൽ പ്രവേശിപ്പിക്കുന്നവർ അവരെ താടി പിടിച്ചങ്ങോട്ട് വലിച്ചെറിയുന്നു. അതേ സ്ത്രീകളോ അവരുടെ ബാക്കിലെ മുടിയുണ്ടല്ലോ, മുടി പിടിച്ചിട്ടൊരു കറക്കമാണ്, ഒരു ഏറാണ്. പിന്നെ അവരാ നരകത്തിൽ നിന്ന് പുറപ്പെടുന്നത് ബിശഫാഅത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളെ ശഫാഅത്ത് കൊണ്ട് പുറപ്പെടും. മറ്റു ധാരാളം ശഫാഅത്തുകൾ കൊണ്ട് പുറപ്പെടും എന്ന് പറയുമ്പോൾ സലാമത്ത് തോന്നണ്ട. അതിലുള്ള അവസ്ഥ അത്രയും ഗൗരവമാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ.